വീട്ടിലെപ്പോഴൊക്കെ ഇല ഇതുപോലെ ഉതിർത്തിടാനിരുന്നു അപ്പം എത്തൂട്ടോ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ്. ഉതിർത്തിടാനൊക്കെ സഹായിക്കുമെങ്കിലും അത് കഴിക്കാൻ പറഞ്ഞ ആ ഒരു ഭാഗത്തേക്ക് വരില്ലേ. ഇലക്കറികളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണല്ലേ. എന്നാൽ നമ്മുടെ പിള്ളേർക്ക് തോരനെങ്ങാനും ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കുമോ? ഇല്ലല്ലോ. എന്നാൽ അവർ കഴിക്കുന്ന രീതിയിൽ ഇതൊന്ന് ചെയ്തെടുത്താലോ. അതിനായിട്ട് കുറച്ച് മുരിങ്ങയില എടുത്ത് ഉതിർത്തിട്ടതിന് ശേഷം നല്ലോണം കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ടുള്ള ഞാൻ കുറച്ച് നേരം ഒന്ന് വെയിലിൽ വെക്കുന്നുണ്ട്. അപ്പോൾ എന്ന് ഞാൻ ഇതുപോലെ എന്തെങ്കിലും സാധനം ഉണങ്ങാനിട്ടോ അപ്പം തൊട്ട് വെയിലും ഉണ്ടാവില്ല കേട്ടോ. ഒരു വിധത്തിൽ ഇതേ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടിയതിന് ശേഷം വീണ്ടും ഇതൊന്ന് ഡ്രൈ ആക്കിയെടുത്ത് പാനിലിട്ട് നല്ലോണം വറുത്തെടുക്കണം. അപ്പോൾ മുരിങ്ങയിലയുടെ ഗുണങ്ങളെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണിന് വളരെ നല്ലതാണ്. പിന്നെ കൂടാതെ വൈറ്റമിൻ സിയും ബീറ്റ കരോട്ടിനും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ബ്ലഡ് പ്രഷർ കുറക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നോക്കുമ്പോൾ ഇത് പൊടിക്കാൻ പാകത്തിലാക്കി ഇട്ടിട്ടുണ്ട്. അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി വീണ്ടും പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് 1/4 കപ്പ് ഉഴുന്ന് പരിപ്പും പിന്നെ അതിൽ കുറവായിട്ട് കടലപ്പരിപ്പ് കൂടെ ഇട്ട് ഇതും ഒന്ന് വറുത്തെടുക്കണേ. നല്ലോണം സ്മെല്ലൊക്കെ മാറി വരുന്ന സമയത്ത് എടുക്കാം. പിന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ മുരിങ്ങയില ചെയ്തെടുക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആയ ക്ലോറോജനിക് ആസിഡ് ബ്ലഡ് ഷുഗർ കുറക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം 1 സ്പൂൺ മല്ലിയും 1 സ്പൂൺ കുരുമുളക് കൂടി ഇട്ട് അതും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ ഒരു 4 വറ്റൽമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് വറ്റൽമുളക് എടുത്തോളൂ കേട്ടോ. അതും ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി വീണ്ടും പാൻ എടുത്ത് അടുപ്പിൽ വെക്കുക. അതിലോട്ട് 1/4 കപ്പ് തേങ്ങയും പിന്നെ ഞാനിത് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയിലെ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് വെലിഞ്ഞ് കിട്ടണേ. അപ്പോഴേ നമ്മൾ വെക്കുന്ന സമയത്ത് കേടാവാതിരിക്കും കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ ഇട്ടേക്കുന്ന ആ ഒരു വറ്റൽമുളക് ശരിയായിട്ട് റെഡിയായി വന്നിട്ടില്ല. അതുകൊണ്ട് അത് വീണ്ടും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വെളുത്തുള്ളി കൂടെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി ഇതുപോലെ തേങ്ങയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടണേ. അതും ആ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ എല്ലാം കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. സിമ്പിളാണ് ഇത് ഉണ്ടാക്കി വെക്കാനായിട്ട്. മുരിങ്ങയിലൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതിയെ. അപ്പോൾ നമുക്ക് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും പിന്നെ നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഇതങ്ങ് കഴിക്കാനും പറ്റും കേട്ടോ. പിന്നെ ഞാനിത് ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം പുളി കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല നൈസായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുത്തോളൂ. ഇനിയിപ്പോൾ ഞാനിതേ നമ്മുടെ മേതുവാവക്ക് വേണ്ടിയിട്ട് നല്ല ദോശ അങ്ങ് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ദോശയുടെ മുകളിലായിട്ട് നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കാം. ദോശക്ക് മാത്രമല്ല കേട്ടോ, ചോറിൻ്റെ കൂടെയും ഇഡ്ഡലിൻ്റെ കൂടെയും പിന്നെ എല്ലാത്തിൻ്റെ കൂടെയും സൈഡായിട്ട് നമുക്കിത് കഴിക്കാനും പറ്റിയ. ദോശക്ക് നമ്മളിങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലോണം കളറൊക്കെ മാറി വന്നാലേ നമുക്കിത് കുറച്ച് നാൾ കേടുകൂടാതിരിക്കേ. അപ്പോൾ നമ്മുടെ മുരിങ്ങയില വേണ്ടാത്ത മേതുവാവയൊക്കെ ഇതേ കഴിക്കുന്നത് കണ്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ കൃഷ്ണ ഹോബി എന്നുള്ള നമ്മുടെ ഈ ഒരു പേജ് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.